ഇന്നത്തെ പരിപാടി ഉണ്ടല്ലോ, അപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പച്ചരി, റേഷൻ കടയിലെ പച്ചരി 1 ഗ്ലാസ്, 1 സ്പൂണ് ഉലുവായ, പിന്നെ എടുത്തേക്കുന്നത് 1 സ്പൂണ് കടലപ്പുല്ല്, പിന്നെ കുറച്ച് തേങ്ങായ. ഇത്രയും കൂടെ 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചു. വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകിയതിന് ശേഷം വൈകുന്നേരം അരച്ച് വെച്ച് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേ 5 മണിയായപ്പോൾ അരച്ച് വെച്ചപ്പോഴേക്കും രാവിലെ നോക്കിയപ്പോഴേക്കും നല്ലതുപോലെ പുളിച്ച് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ബേക്കിംഗ് സോഡ ഇല്ല, ഈസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ പഞ്ചസാര ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ ചോറും കൂടെ ഞാൻ ഇതിനകത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര ഭംഗിയായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്ന്. ഞാനതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചു. ഇതുണ്ടോ, സൂപ്പറായിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ ഇത് കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണേ. അത് നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. പൊട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാണിക്കാവേ. ചൂടായതുകൊണ്ട് എടുക്കാം. എന്താ സൂപ്പറായിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം. അതിനുവേണ്ടി ഇവിടെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളി ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയ രീതിയിൽ ചെറുതായിട്ടോ വലുതായിട്ടോ ഏത് രീതി വേണമെങ്കിലും മുറിച്ചെടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ കുക്കറിനകത്തോട്ടിട്ടതിന് ശേഷം കുക്കറിനകത്തിട്ടതിന് ശേഷം അത് പിന്നെ ശകലം മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പട്ട, ഗ്രാമ്പു അതെല്ലാം ഇട്ടതിന് ശേഷം തക്കാളിക്കായി ഇട്ടു. എന്നിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ വെള്ളം 2 സ്പൂണേ ഒഴിക്കാവുള്ളേ. എന്നിട്ട് ശേഷം കുക്കറിനകത്ത് വെച്ച് സീറ്റി അടിച്ചു. എന്നിട്ട് മുട്ടയുണ്ടല്ലോ ചീനച്ചട്ടിക്കകത്തിട്ടതിന് ശേഷം ആ രീതിയിൽ തന്നെ വെറുതെ തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം മുട്ട കൂടെ മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും കൂടെ ഇട്ടു. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കണേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ